നെല്ലിന്റെ പണം ആവശ്യപ്പെട്ട് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ സമരം ആരംഭിക്കാൻ ഒരുങ്ങി കോട്ടയം സ്വദേശിയായ കർഷകൻ. ആർപ്പൂക്കര വില്ലൂന്ന് സ്വദേശി മണിയാപറമ്പിൽ സജിയും ഇബ്രാഹിമാണ് നെല്ലിന്റെ വില നൽകണമെന്ന ആവശ്യവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ജൂൺ അവസാന വാരം കോട്ടയത്ത് സപ്ലൈകോ ഓഫീസിന് മുമ്പിൽ 2 ദിവസം സമരം നടത്തിയിരുന്നു. 5 ദിവസത്തിനുള്ളിൽ പണം നൽകുമെന്ന ഉറപ്പിലാണ് അന്ന് സമരം അവസാനിപ്പിച്ചത്. എന്നാൽ ഒരാഴ്ച പിന്നിടുമ്പോഴും പണം ലഭിച്ചിട്ടില്ല. പണം കിട്ടാനായിട്ട് ഞങ്ങൾ നമ്മൾ വിതയ്ക്കാനായിട്ട് ഒരുങ്ങുക. കണ്ടെത്തി പണം മുടക്കാനില്ല. ഈ ഷുഗർ പേഷ്യൻ്റ് മരുന്ന് മേടിക്കുവാൻ പൈസ ഇല്ല. നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പം മന്ത്രി പറഞ്ഞ ദിവസം കഴിഞ്ഞിരിക്കുക. ഇപ്പോൾ ഈ സമരം കോട്ടയം സപ്ലൈകോയുടെ വാതിൽ സമരം ഇരുന്നപ്പോഴത്തേന് അവിടെ വനിതാ ജീവനക്കാർ അവർ വന്നിട്ട് പറഞ്ഞു ഇവിടെ സമരം ഇരുന്നിട്ട് ഒരു കാര്യമില്ല, ഞാൻ അതുകൊണ്ട് സമരം നിർത്തണമെന്ന് പറഞ്ഞു. മഴയൊക്കെ ആയിട്ട് അവിടെ എനിക്ക് ഇരിക്കാൻ പറ്റില്ല. പിന്നെ മന്ത്രി വിളിച്ച് 5 ദിവസം തരാമെന്ന് വാക്ക് പറഞ്ഞുകൊണ്ട് നമ്മൾ ആ സമരം അവിടെ അവസാനിപ്പിച്ചു. പക്ഷെ കേരളത്തിൽ ഇപ്പം നമ്മുടെ നെല്ലെടുത്ത് 490 കോടി രൂപയോളം കൊടുക്കാനുണ്ടെന്നാണ് പറയുന്നത്. രോഗിയായ തന്റെ ചികിത്സയ്ക്ക് പോലും പണമില്ലാത്ത സാഹചര്യത്തിലാണ് വീണ്ടും സമരവുമായി രംഗത്ത് വന്നതെന്നും സജി പറഞ്ഞു. കർഷകർക്ക് നൽകാനുള്ള നെല്ലിന്റെ പണം ഉടൻ നൽകണമെന്നാവശ്യപ്പെട്ട് ചൊവ്വാഴ്ച രാവിലെ 11-ന് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ അനിശ്ചിതകാല സമരം ആരംഭിക്കുമെന്ന് സജി പറഞ്ഞു.